ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നല്ല, ഞങ്ങൾ ഇവിടെ തന്നെ മസ്കറ്റിൽ, ഏകദേശം മസ്കറ്റ് ടൗണിൽ നിന്ന് ഒരു 20-25 മിനിറ്റൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിലേക്ക് എത്തിട്ടോ. പോകുന്നത് അൽഖൂദ് വില്ലേജിലേക്കാണ്. ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. പിന്നെ അതന്നെ നല്ലൊരു അടിപൊളി ട്രെക്കിംഗ് സ്പോട്ടും കൂടാണ് കേട്ടോ. പിന്നെ ഒരു വാദിയൊക്കെ ഒഴുകുന്നുണ്ട് അതിലൂടെ. വാദി പറഞ്ഞാൽ ഒരു അരുവിയൊക്കെ ഫുള്ള് 4 ഭാഗവും മലകളൊക്കെ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള സ്പോട്ടാണ്. ഞങ്ങൾ കാക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ സ്പോട്ട് എത്താനായി. ഞങ്ങൾ നല്ല ലേറ്റായി, ഏകദേശം സൺസെറ്റിൻ്റെ മുമ്പൊക്കെ ആയിട്ട് അവിടെ എത്തണം. അപ്പോഴാണ് നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ കേട്ടോ. ആ സമയത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സൺസെറ്റ് ആകും. ഒരു 5:30 ആവുന്നതിൻ്റെ മുമ്പ് തന്നെ സൺസെറ്റ് ആവുന്ന കാരണം പെട്ടെന്ന് ഇരുടാവുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തി, എന്താ പറയുക, ഇരുടായത് കാരണം ഫോണിൽ നല്ല ക്ലിയർ ആയിട്ട് സംഭവം കിട്ടുന്നില്ലെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബ് കേട്ടോ. നൈറ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സമയവും അവിടെ വാതിയിൽ വെള്ളം ഉണ്ടാവലുണ്ട്. എനിക്കറിയില്ല, ഞങ്ങൾ പോയ എല്ലാ സമയത്തും അവിടെ വാതിയിൽ ഈ അരുവിയിൽ വെള്ളം ഉണ്ടാവലുണ്ട്. അങ്ങനെ അതൊക്കെ ചാടി കടന്നിട്ട് വേണം. അവിടെ ഒരു ഫാമുണ്ട്, ആ ഫാമിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചിങ്ങനെ ചെറിയൊരു കുന്നുമല, അങ്ങനെ ചെറിയൊരു കയറ്റവും കാര്യങ്ങളൊക്കെ കയറിയിട്ട് അപ്പുറത്താണ് കേട്ടോ ആ ഫാമുള്ളത്. അവിടെ ഒരുപാട് എന്താ പറയുക, ഒട്ടകങ്ങൾ, ആട്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആ ഫാമിൻ്റെ അടുത്തെത്തിട്ടോ. നൈറ്റ് ആയത് കാരണം ഒരു സംഭവം കാണുന്നില്ല. അങ്ങനെ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തത്. എല്ലാവരും കൂടുതലായ സമയമാണ്. അതുപോലെ തന്നെ ഒട്ടകങ്ങളൊക്കെ എന്താ പറയുക, ഒന്നിപ്പോൾ അവിടെ ഇല്ല, അതൊക്കെ എവിടെയൊക്കെ പോയി തോന്നുന്നു. പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ പാലൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇന്ന് ലേറ്റ് ആയത് കാരണം അതൊന്നുമില്ല. പിന്നെ അപ്പോൾ അവിടുത്തെ ഒരു ബായി എന്താ പറയുക, കഹവി അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവിടുത്തെ ലൈഫൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണെന്ന് കരുതും കേട്ടോ. അങ്ങനെ പാവം തോന്നും നമുക്കത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഇതിന് മുമ്പ് പോയപ്പോഴുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിന് മുമ്പേ പോയപ്പം അവിടെ നിന്ന് എടുത്ത ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ ചെറുതട്ടാ. അവിടെ ഒക്കെ ഉണ്ടല്ലോ. നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് അവിടെ ഞങ്ങളന്ന് കുടിച്ച ഒട്ടകപ്പാല കേട്ടോ. ഞാൻ കുടിക്കാറില്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാർ കുടിച്ചതാണ് ഇത്. പിന്നെ ഈ പ്രാവശ്യം കിട്ടിയ പാലല്ല കേട്ടോ. ഞങ്ങൾ അതിന് മുമ്പ് പോയപ്പോഴുള്ള ക്ലിപ്സിൻ്റെ കൂടെ കണ്ടപ്പോൾ ഞാനതിൽ ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ ഒരുപാട് ടൈം ഉണ്ടായത് കാരണം വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പിറ്റേ ദിവസം ലീവായത് കാരണം പിന്നെ ഓഫീസിൽ പോകേണ്ട പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പുതിയൊരു മാളുണ്ട്, പുതിയതല്ല, അപ്പോൾ ഞങ്ങൾ തീരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോകാനുള്ളൊരു പ്ലാനിൽ പോവാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റീൻ്റെ ഏതൊരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല, അങ്ങനെ പറഞ്ഞവർ കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഒരു സംഭവം പോലെ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ മാളിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ദ വില്ലേജ് മാൾ. ഖത്തറിലൊക്കെ ഉള്ളത് വില്ലേജ് മാളിൻ്റെ അവരെന്നാ തോന്നുന്നു ഇവിടെയും കൺസ്ട്രക്ഷന്.
ആ ഒരു സംഭവമാണ്. ഇവിടെ വന്നിട്ട് ഏകദേശം 1 year ഒക്കെ ആവാനായെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പല ഭാഗങ്ങളായിട്ട്. അപ്പം ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സിറ്റി മാതിരി തന്നെ കേട്ടോ അറേഞ്ച് ചെയ്ത്. അതിൻ്റെ ഉള്ളിൽ വേറെ ഷോപ്പുകൾ, വേറൊരു സ്ട്രീറ്റ് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക അറേഞ്ച് ചെയ്ത് എന്താ പറയുക കൺസ്ട്രക്ട് ചെയ്തിട്ട് വെച്ചതുപോലെ ഉണ്ട് കേട്ടോ കാണാൻ. അത്രയ്ക്ക് രസം, ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നത് ലീവായത് കാരണമായിരിക്കും. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ഇത് സംഭവം ഒരു ടൗൺഷിപ്പ് പോലെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു സംഭവം കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യമായിട്ട് നടന്ന് കാണുകയാണ്. പിന്നെ അവിടെ ഒമാനി സ്വീറ്റ്, അതായത് ഒമാനി ഹൽവ ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അതിപ്പോൾ എന്താ പറയുക വാങ്ങിട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഒരു പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഇളക്കൊക്കെ ചെയ്ത് കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനത് ക്യാമറ ഓൺ ആക്കാതെ നിന്നത് സ്വാഭാവികം. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അയാൾ രണ്ടാമത് ഇളക്കുന്നവരെ ഞാൻ ആ ക്യാമറയും പിടിച്ച് അങ്ങനെ തന്നെ നിന്നിട്ട് അവിടെ. പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്വീറ്റാണ് കേട്ടോ ഒമാനി ഹൽവ. പക്ഷെ എന്താ നല്ല ഇതിന് കുറച്ചധികം മധുരമുള്ള പോലെ. അപ്പോൾ പെട്ടെന്ന് മത്ത് പിടിച്ചു കേട്ടോ ഇത് കഴിച്ചപ്പം. സംഭവം നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇച്ചിരി മധുരം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. മേ ബി ചൂടോടൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് തണുത്താലൊക്കെ റെഡി ആവുമായിരിക്കും. شوية زيادة شوية زيادة. എല്ലാരും വാങ്ങട്ടോ. ലൈവല്ലേ? ലൈവാണ് അതുകൊണ്ട്. പിന്നെ കുറച്ച് നേരം ഇതിങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്തു. فكرك مظاهر لا 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 نحتاج المال كي نزداد جمالا جوهرنا هنا في القلب تلالا لا لا نرضي الناس بما لا يرضاه لنا حالا ذاك جمالنا يسمو يتعالى പിന്നെ അവിടെ എന്തോ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഇതാ ആ സാധനം മറ്റേ ആ വെള്ളത്തിന്റെ പിന്നെ അതുപോലെ തന്നെ അവരുടെ ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റിൻ്റെ ചെറിയൊരു മിനിയേച്ചർ സംഭവം അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇതിന് മിനിയേച്ചർ എന്താ പറയാമെന്നതിൻ്റെ പ്രോപ്പർ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു. അങ്ങനെ കുറച്ചധികം നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളങ്ങനെ തിരിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ റൂമിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.